പാഷാണം ഷാജി എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് അറിയുള്ളത് വളരെ റെയറാണ്. എനിക്ക് തോന്നുന്നു അബീക്കയുടെ ഒരു ആമിനത്താത്തയ്ക്ക് ശേഷം മിമിക്രിയിൽ നിന്നും ഇത്രയധികം ജനങ്ങൾ നെഞ്ചിലോട്ട് ഏറ്റെടുത്ത മറ്റൊരു കഥാപാത്രം ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് പാഷാണം ഷാജി. എനിക്ക് സാജുവിനോടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, എനിക്ക് പലപ്പോഴും ഭയങ്കര അത്ഭുതമാണ് സാജുവിൻ്റെ കാര്യം. മറ്റൊന്നുമല്ല, ഈ അടുത്തിറങ്ങുന്ന സിനിമകളിലെല്ലാം സാജുവിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. അപ്പോൾ ഏത് ചാനൽ വെച്ചാലും അതിലെല്ലാം സാജു ഉണ്ടാവും. ഇതെങ്ങനെ സാധിക്കും? പൈസയോടുള്ള ആർത്തിയാണോ ഇതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം? എനിക്കതൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. എന്തായാലും സിനിമ തന്നെ ആയിരിക്കുമല്ലോ ഏറ്റവും വലിയ താല്പര്യം. അതോടൊപ്പം തന്നെ ഈ മിമിക്രി വേദികളും ഈ ടെലിവിഷൻ പ്രോഗ്രാമും എല്ലാം കൊണ്ടുപോകുന്നുണ്ട്. ഇതിലേത് ചെയ്യുമ്പോഴാണ് സാജുവിന് ഏറ്റവും കൂടുതൽ ഒരു ആത്മസംതൃപ്തി കിട്ടുന്നത്? പൈസയോടുള്ള ആർത്തി അതല്ല, നമ്മൾ ഈ ലോൺ അടക്കാനുള്ള ഒരു ആർത്തി ഉണ്ട്. ഹൗസ് ലോൺ, വണ്ടിയുടെ ലോൺ ഒക്കെ. അതല്ല, ഇപ്പോൾ ഈ ഒരു ചാനലിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു ബന്ധത്തിൻ്റെ പുറത്ത് ചെയ്യണം. നമ്മൾ ഒന്നുമില്ലാത്തൊരു സമയത്ത് നമ്മൾ കുറേ സഹായിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ അവരായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ പുറത്ത് ചാനലിൽ 1-2 പ്രോഗ്രാം ചെയ്യണം. കണക്ക് പറഞ്ഞ് മേടിക്കില്ലേ സാജു? ഇല്ല, കണക്ക് പറയും. തന്നത് അവരുടെ സൗകര്യത്തിനല്ലേ, നമ്മൾ കണക്ക് പറയും. അപ്പം അങ്ങനെ ബന്ധത്തിൽ പോകുന്നുണ്ട്. പിന്നെ ഈ സിനിമ അഭിനയമാണോ സിനിമയാണോ? സിനിമയിൽ എങ്ങനെയാണ് കയറി പറ്റുന്നതെന്നുള്ള പുള്ളി ഇടയ്ക്ക് ചോദിച്ചത്. അല്ല, പല സിനിമകളും ഞാൻ എൻ്റെ അടുത്ത് നിന്ന് പോവാറേ ഉള്ളൂ. നോബിക്കറിയാം, ഒത്തിരി സിനിമകൾ ഇതൊന്നും പോയാൽ എനിക്ക് വരും. അങ്ങനെയുണ്ട്. അല്ല, ഞാൻ കറങ്ങിത്തിരിഞ്ഞ് റൊട്ടേറ്റ് ചെയ്ത് വരും. കുറേ പേരെ അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറേ സിനിമകൾ പോയിട്ടുള്ളൂ. സിനിമ എല്ലാത്തിലും ജോയിൻ ചെയ്യണില്ല. എനിക്ക് ഏറ്റവും എപ്പോഴും സ്റ്റേജ് കളിക്കണം എനിക്കിഷ്ടം. ജനങ്ങളുടെ മുമ്പിൽ സ്റ്റേജ് പെർഫോം ചെയ്യണം ഇഷ്ടം. ആൾക്കാരുടെ മുഖത്തുള്ള ഭാവങ്ങൾ സാജുവിന് മനസ്സിലാക്കണം. നിങ്ങളൊക്കെ സ്റ്റേജിൽ ഈ തട്ടത്ത് കയറി അടിച്ച് തകർത്തുള്ള ആൾക്കാരായതുകൊണ്ട് ഞാൻ ഈ നോബിയുടെയൊക്കെ പെർഫോമൻസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. അവിടെ കോമഡി സ്റ്റാർസിലൊക്കെ കിടന്ന് എന്താ പറയുക, അവിടെ താമസിക്കുകയായിരുന്നു. പിന്നെ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇവരെയൊക്കെ ഇറക്കി വിടാൻ വേണ്ടി എത്ര പാടുപെട്ടെന്ന് അറിയാം. അവിടുന്ന് അവസാനം ഒരു ഫ്ലാറ്റും കൂടെ തങ്ങൾ വിട്ടു, ഒഴിവാക്കി വിട്ടു. കല്യാണം കഴിപ്പിച്ച് അയക്കുന്ന പോലെയാണ്. കല്യാണം കഴിപ്പിച്ചെന്നല്ലേ? അവിടെ നിന്നാണോ കണ്ടെത്തിയത്? പ്രോഗ്രാം നടന്നിരുന്ന സമയത്ത് ആ പ്രോഗ്രാമാണ് നിമിത്തമായത് അല്ലേ? വരട്ടെ ഒരാൾ. ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരാളുടെ പേരിലൂടെ വിഷം ചേരുന്നത്. പാഷാണം ഷാജി, നല്ലൊരു പേരുണ്ട് അവന്, സാജു. വെള്ളിമൂങ്ങ എന്ന് പറയുന്ന സിനിമയുടെ ഡിസ്കഷനിൽ ജിബു ജേക്കബ് ഡയറക്ടർ എന്നോട് ഇങ്ങനെ ചോദിക്കുകയാണ് പാഷാണം ഷാജിയെ കുറിച്ച്. സാജു എന്ന് പറയുന്നത് ആ നിമിഷമാണ് ദൈവത്തിൻ്റെ കൈകൾ വർക്ക് ചെയ്യേണ്ടത്. എന്തായാലും എൻ്റെ അടുത്ത് എത്തിയതുകൊണ്ട് നന്നായി. ഞാൻ പറഞ്ഞ ലുഗറിന് ആർട്ടിസ്റ്റാണ്, അവനെ വെക്കണം, അവൻ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ആ ഒരു നിമിഷമാണ് അവൻ്റെ ജീവിതം മാറ്റിമറിക്കുന്നത്. അങ്ങനെ ഒരു വലിയൊരു കലാകാരൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമാകാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. അപ്പം ഞാൻ ചോദിച്ച ചോദ്യം ഇത് തന്നെയാണ്, ഈ പാഷാണം അതെങ്ങനെ നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ആദ്യമൊക്കെ സാജു കുറച്ച് വിഷമമുണ്ടായിരുന്നു ഈ പേര് കേൾക്കുമ്പോഴാ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ആ സ്കിറ്റ് കളിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത്. അപ്പം അതുകൊണ്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഭയങ്കര സന്തോഷമുള്ള ആ പേര് വിളിക്കണേല്. ഇടയ്ക്ക് ആരോ പറഞ്ഞു കേട്ടു, അതായത് സാജുവിൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു കേട്ടു, വീട്ടിൽ വഴക്കുണ്ടായി കഴിയുമ്പോൾ ഭാര്യ പറയണു അല്ലേലും നിങ്ങളൊരു പാഷാണം തന്നെയാണ്. വഴക്കുണ്ടായി കഴിഞ്ഞാൽ അതൊന്നും മിണ്ടി കിട്ടിയാന്ന് പറഞ്ഞാൽ ഞാൻ വഴക്കുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കാണിച്ചാൽ നടക്കുള്ളൂ. മിണ്ടില്ലല്ലോ പിന്നെ. അങ്ങനെയുണ്ട്. വഴക്കൊന്നും ഇടാറില്ല, വഴക്ക് ഇട്ടാല് ഇതുപോലെ പാഷാണം ഷാജി ഒന്നും പറയുന്നില്ല. അതിലും മേലെ മറ്റേ